ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂപ്പർ ഹീറോസ്. സൂപ്പർ എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയ DC റിലേറ്റഡ് വീഡിയോയ്ക്ക് എല്ലാ സൂപ്പർ ഫാൻസിനും സ്വാഗതം. സോ എനിക്കറിയാം, ഞാൻ ഒരു DC വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി. എന്നാൽ നമ്മളിന്ന് ചെയ്യുകയാണ്. സോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സൂപ്പർമാൻ മൂവിയുടെ ഒരു സ്നീക്ക് പീക്ക്, ഒരു ട്രെയിലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു പ്രോപ്പർ ട്രെയിലർ അല്ല, എന്നാലും ഒരു സ്നീക്ക് പീക്ക്, അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ, DC കോമിക്സ്, മൂവീസ്, ഗെയിംസ്, ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം ലഭിക്കും. ഞാൻ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോ കിടക്കാം. സോ ഗൈസ്, ഈ ട്രെയിലർ ബ്രേക്ക് ഡൗൺ തുടങ്ങുന്ന മുമ്പേ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഈ സൂപ്പർമാൻ കുറച്ചുകൂടെ വീക്കായിട്ടാണ് എനിക്ക് തോന്നുന്നു ജെയിംസ് ഗൺ കാണിക്കാൻ പോകുന്നത്. സൂപ്പർമാൻ ലെഗസി എന്നാണ് ഈ പടത്തിൻ്റെ ആദ്യത്തെ പേരിട്ടിരുന്നത്. സോ സൂപ്പർമാൻ പകരം ഒരു ക്ലാർക്ക് കെൻ്റ് എന്ന് പറയുന്ന ആ ഒരു പേഴ്സോണ ആയിരിക്കാം കൂടുതൽ ജെയിംസ് ഗൺ ഡിസ്കവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ പവർഫുള്ളായിട്ട് കാണിച്ചെന്നും വന്നേക്കാം. ബട്ട് എന്തായാലും നമ്മൾ മൂവി ഇറങ്ങുന്നവരെ കാത്തിരിക്കേണ്ടി വരും. സോ ട്രെയിലർ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ ഐസി ആയിട്ടുള്ളൊരു സ്ഥലമാണ്, മഞ്ഞൊക്കെ ഉള്ള സ്ഥലം. സോ അവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡ് കാണാം. സോ ഈ ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡ് എന്തെന്ന് അറിഞ്ഞുകൂടാത്തവർക്കാണെങ്കിൽ പറഞ്ഞുതരാം. ഇതൊരു എന്താ പറയുക, സൂപ്പർമാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത സൂപ്പർമാൻ്റെ ഒരു ഒളിത്താവളം പോലത്തെ ഒരു സ്ഥലമാണ്. ഒളിത്താവളം മീൻസ് എന്താ പറയുക, സൂപ്പർമാൻ്റെ ഒരു പ്ലേസ്, സൂപ്പർമാൻ ഉണ്ടാക്കിയെടുത്ത സ്ഥലമാണ്. ഒളിത്താവളം എന്ന് പറയുന്നത് എനിക്കൊരു വാക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എന്തൊക്കെയായാലും നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ, മുമ്പ് നമ്മൾ ഡിസംബറിൽ കണ്ട ആ ടീസറിൽ നിന്ന് കണ്ട അതേ ഷോട്ടാണ്. സൂപ്പർമാൻ എവിടെ നിന്നോ ആ മഞ്ഞിലേക്ക് വന്ന് വീഴുന്നതായിട്ടാണ് കാണുന്നത്. സോ അവിടെ നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ വളരെയധികം ഇഞ്ചേർഡായിട്ടാണ് സൂപ്പർമാൻ അവിടെ കിടക്കുന്നത്. ആരോ നല്ല രീതിക്ക് അടിച്ച് പനിക്കിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതെന്ന വണ്ണം നല്ല ബ്രൂസസ്, അതായത് നല്ല മുറിവിൻ്റെ പാടുകളും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഫാക്റ്റ് സൂപ്പർമാൻ്റെ വായിൽ നിന്ന് ബ്ലഡ് വരെ തുപ്പി വരുന്നുണ്ട്. സോ പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മളെ സൂപ്പർമാൻ നല്ല രീതിക്കൊന്ന് വിസിലടിക്കുകയാണ്. വിസിലടിക്കുമ്പോൾ നല്ല സ്പീഡിൽ ക്രിപ്റ്റോ വരുന്നുണ്ട്. സോ ക്രിപ്റ്റോ എന്ന് പറയുന്നത് സൂപ്പർമാൻ്റെ പെറ്റാണ്, ക്രിപ്റ്റോ ദ സൂപ്പർ ഡോഗ്. അതിൻ്റെ ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ റോക്കിങ് ഉണ്ടായിരുന്നു അതിന് വോയിസ് കൊടുത്തത്. സോ എന്താ പറയുക, എന്നിട്ട് ക്രിപ്റ്റോ ഈ ഒരു സൂപ്പർമാനെ എടുത്തുകൊണ്ട് ഇങ്ങനെ കേപ്പിൽ വലിച്ചതുകൊണ്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക, ക്രിപ്റ്റോ അവിടെ വന്ന് ബാർക്ക് ചെയ്യുന്നു. സോ ഈ എന്താ പറയുക, ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡ് ഞാൻ കോമിക്സിൽ നമ്മളടുത്ത് നോക്കുമ്പോൾ തന്നെ നമ്മുടെ സൂപ്പർമാൻ അടുത്ത് വരുമ്പോൾ, അതായത് സൂപ്പർമാൻ്റെ DNA അനലൈസ് ചെയ്തിട്ടാണ് എന്താ പറയുക ഈ ഒരു ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡ് തുറക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളെ ക്രിപ്റ്റോ അവിടെ നിന്ന് ബാർക്ക് ചെയ്യണം, അത് കുഴയ്ക്കുകയാണ്. സോ എനിക്കൊന്ന് ആ ഒരു രീതിക്കും പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവണം, അതായത് ക്രിപ്റ്റോയുടെ വോയിസ് റെക്കഗ്നൈസ് ചെയ്യണ ഒരു രീതിയിൽ. സോ പിന്നെ നമുക്കാണെന്ന് വെച്ചാൽ സൂപ്പർമാൻ റോബോട്ടുകളാണ്. സോ അവിടെ വെച്ചിട്ടായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, ഈ റോബോട്ടുകൾ പറയുന്നുണ്ട് 14 ഫ്രാക്ചറുകൾ നമ്മുടെ സൂപ്പർമാനുണ്ട്. അത് മാത്രമല്ല ബ്ലാഡർ, കിഡ്നി ഇതെല്ലാം ഡാമേജ് ആയിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ക്രിപ്റ്റോണിയൻ ലാംഗ്വേജിൽ എന്തോ ഡിസ്പ്ലേ ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് ഇതുവരെ ഡീകോഡ് ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല. എന്തായാലും അത് എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ്, ആ ഒരു ബോഡിയുടെ ഇതൊക്കെ കണ്ടിട്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആവണം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സോ ഈ നമ്മുടെ ആ ഒരു റോബോട്ട് പറയുന്നത് യെല്ലോ സണ്ണിൻ്റെ ഒരു വെയിലടിച്ചാൽ എല്ലാ രോഗങ്ങളും അല്ലെങ്കിൽ എല്ലാ സൂപ്പർമാൻ്റെ എല്ലാ ഇതും മാറുമെന്ന് പറയുന്നുണ്ട്. സോ അവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ ഫോർട്രസ് ഈ സണ്ണിൻ്റെ ആ ഒരു ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, 292 ടൈംസ് സഹാറ പ്രൈം, ആ അത്രയും എന്താ പറയുക സൺ, അത്രയും വെയിൽ നമ്മുടെ സൂപ്പർമാന് ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഈ സഹാറ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സഹാറ മരുഭൂമിയാണ്. സോ ഇവിടെ ഈ സഹാറ മരുഭൂമിയിലാണ് ഈ ഭൂമിയിലെ 82% ഡേ ലൈറ്റ് ലഭിക്കുന്നത്. സോ ആ ഒരു ഇതിൽ പറഞ്ഞതാവണം, അല്ലെങ്കിൽ അത് വേറൊരു അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. സഹാറ എന്ന് പറയുന്നത് ഡെസേർട്ടാണ്. സോ പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ സൺ ഇങ്ങനെ വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു വെയിലടിക്കുമ്പോൾ സൂപ്പർമാൻ വല്ലാതെ അലറി വിളിക്കുന്നുണ്ട്. പക്ഷേ സൂപ്പർമാൻ ഇത്രത്തോളം പെയിൻ വരാനുള്ള റീസൺ, അല്ലെങ്കിൽ സൂപ്പർമാൻ എന്തുകൊണ്ടാണ് ഇത്ര അറ്റാക്ക് ആയിട്ട് ഒരു എന്താ പറയുക അസോൾട്ടഡ് ആയിട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ആ ഒരു
ഒരു ലെൻസുണ്ട്. ആ ലെൻസിൽ കൂടെയാണ് ആ ഒരു സൂര്യ വെളിച്ചം വരുന്നത്. സോ അതിങ്ങനെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തിട്ടാണ് വരുന്നത്. സോ പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ സൂപ്പർമാൻ വന്നിട്ട് വേറൊരു സീനാണ് നമ്മൾ കാണുന്നത്. സൂപ്പർമാൻ വന്നിട്ട് ഒരു കുട്ടിയെ ബ്ലാസ്റ്റിൽ നിന്ന് രക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ബ്ലാസ്റ്റിൽ ഒരുപാട് ക്യാൻ പോലത്തെ ഒരുപാട് സാധനങ്ങൾ പോകുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്ന ഒരു ലോഗമാണ്. ഡി എന്നുണ്ട്, സി എന്നുണ്ട്. DC എന്ന് കൊടുത്തതാണ്. അവിടെ മാത്രമല്ല AR എന്ന് കൊടുത്തിട്ടുണ്ട്. AR എന്ന് പറയുന്നത് അർഗോൺ എന്ന് പറയുന്ന എലമെൻ്റാണ്. സോ അത് കെമിസ്ട്രിയിലുള്ള ഒരിതാണ് അർഗോൺ എന്ന് പറയുന്നത്. അതും എന്താ പറയുക ആ ഒരു എലമെൻറ്റിൻ്റെ ഷോർട്ട് ഫോമാണ് AR എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ വെച്ചാൽ സൂപ്പർമാൻ ഇങ്ങനെ പറന്നു പോകുന്നതാണ്. അവിടെ വെച്ചിട്ടായിട്ട് നമുക്ക് ലെക്സ് ലൂത്തറിനെ കാണാം. ലെക്സ് ലൂത്തർ വന്നിട്ട് പറയുന്നുണ്ട് ഹീസ് ബാക്ക് എന്ന്. അപ്പം പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു ഡ്രാഗൺ പോലത്തെ ഒരു ജീവി വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക തീ തുപ്പുന്നതായിട്ടാണ്. ആ തീൻ്റെ നടുക്ക് സൂപ്പർമാൻ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം. പിന്നീട് നമ്മൾ ഹോക്ക് ഗേൾ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോയിനെ കാണുന്നു. സോ ഈ ഒരു എന്താ പറയുക ഹീറോയിൻ ഒരുപാട് ഇതിൽ വന്നിട്ടുണ്ട്. ഒരുപാട് സൂപ്പർമാൻ അഡാപ്റ്റേഷൻസിൽ, ഒരുപാട് DC അഡാപ്റ്റേഷൻസിൽ പല ആക്ട്രസ്സുമാരാണ് ഈ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ സൂപ്പർമാൻ ഫാമിലി ആയിട്ടുള്ളപ്പോൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. സൂപ്പർമാൻ ഞാൻ നേരത്തെ പറഞ്ഞത് ക്ലാർക്ക് കെൻറ്റിൻ്റെ ഒരു പേഴ്സൺ ആവാം ജെയിംസ് ഗൺ ഇതിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ക്ലാർക്ക് കെൻ്റ് ആയിട്ട് തന്നെയുള്ള ഇത് കാണുന്നു. അതായത് ഡെയിലി പ്ലാനറ്റിലേക്ക് ജോലിക്ക് പോകുന്ന ക്ലാർക്ക് കെൻറ്റിനെ കാണുന്നു. പിന്നീട് ലോയിസ് ലെയിനായിട്ടുള്ള കുറച്ച് സീൻസും ഒക്കെ നമ്മൾ കാണുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു വാർ പോലത്തെ തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലം. അവിടെ വെച്ചിട്ടായിട്ടൊരു സൂപ്പർമാൻ ഫ്ലാഗ് നമുക്ക് ഒരു കൊച്ചുകുട്ടി വെച്ചിട്ട് സൂപ്പർമാൻ എന്ന് പറയുന്നത് നമുക്ക് കാണാം. പിന്നീട് നമ്മൾ ലെക്സ് ലൂത്തർ ഒരു റിവോൾവർ കറക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ അതെന്തെങ്കിലും ക്ലൈമാക്സിലോട്ട് പോകുമ്പോഴുള്ളൊരു ഫൈറ്റ് സീന് വല്ലതും ആകാം. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ഗ്രീൻ ലാൻറ്റേണിനെയാണ്. സോ പിന്നെ അത് ആരാണ് ഏതാണെന്ന് വ്യക്തമല്ല, എനിക്ക് വലിയ അറിവില്ല. പിന്നീട് ഒരു എന്താ പറയുക സൂപ്പർമാൻ്റെയും ലോയിസ് ലെയിൻ്റെയും ഒരു കിസ് സീനോടുകൂടി ആ ട്രെയിലർ നല്ല രീതിക്ക് തന്നെ അവസാനിപ്പിക്കുകയാണ്. സോ ഈ പടം എന്താ പറയുക ജൂലൈയിലാണ് ഇറങ്ങുന്നത്. ജൂലൈ 11 തോന്നുന്നു. സോ IMAX-ൽ ഇറങ്ങുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. സോ ഇത് ഒരു എന്താ പറയുക സ്നീക്ക് പീക്ക് മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സിനിമാ കോൺ നടക്കുകയാണ്. സോ അതിൻ്റെ ഒരു ഇതാണ്, അതായത് അപ്ഡേറ്റ്. ഇത് ഓൾറെഡി സിനിമാ കോണിൽ നിന്ന് ലീക്കായതാണ്. ഓരോരുത്തർ HD എടുത്ത് യൂട്യൂബിലോട്ട് ഇടാൻ നോക്കിയപ്പോൾ WB-നും DC-ക്കും മനസ്സിലായി. അപ്പോൾ അവർ തന്നെ എടുത്ത് HD പ്രിൻ്റ് ഇറക്കാമെന്ന് പറഞ്ഞ് ഇറക്കിയതാണ്. സോ DC മാത്രമല്ല, എനിക്ക് തോന്നുന്നു മാർവലും ഈ സിനിമാ കോണിൽ പാർട്ടാണെന്ന് തോന്നുന്നു. സോ അവരുടെ ഭാഗത്തു നിന്നും നമുക്ക് വേറെ കുറേ അപ്ഡേറ്റ്സ് കിട്ടേണ്ടതാണ്. സോ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു DC റിലേറ്റഡ് വീഡിയോ നമുക്ക് വീണ്ടും കിട്ടാം. അതായത് ആത്മജന സൈനിങ് ഔട്ട് ആൻഡ് യു ആർ വാച്ചിങ് സൂപ്പർ സ്റ്റേറ്റ്മെന്റ്. സൂപ്പർ ഹീറോസ്.